റയൽ മാഡ്രിഡ് എന്നെ സൈൻ ചെയ്തതിൽ ആരും ഖേദിക്കേണ്ടി വരില്ല. 2025 കിരീടങ്ങൾ നേടണം, തിരിച്ചു വരണം എന്നുള്ള സംസാരം സൂപ്പർ താരം കിലിയൻ എംബാപ്പയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഗോൾ അടിച്ചിട്ടുണ്ട്. അദ്ദേഹം കളത്തിലേക്ക് തിരിച്ചെത്തി എന്നുള്ള സംസാരങ്ങളുണ്ട്. അതിൻ്റേതായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. കാരണം റയലിലെത്തിയ മുതൽ നല്ല സമയങ്ങളല്ല കിലിയൻ എംബാപ്പയ്ക്കുള്ളത്. പല മത്സരങ്ങളും പരാജയപ്പെടുന്നു, നിർണായക മത്സരങ്ങളൊന്നും റിസൾട്ടില്ല, പല മത്സരങ്ങൾ സമനില. അങ്ങനെ റയലിൽ കിലിയൻ എംബാപ്പെ വന്നത് മുതൽ റയലൊന്ന് താഴോട്ടാണോ പോകുന്നത് എന്നുള്ള ചർച്ചകൾ, സൂപ്പർ താരത്തിൻ്റെ വരവ് റയലിനെ ബാധിച്ചോ എന്നുള്ളൊരു ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിനെതിരെ കിലിയൻ എംബാപ്പയ്ക്കെതിരെ തന്നെ ഒരുപാട് റയൽ മാഡ്രിഡ് ഫാൻസ് തന്നെ തിരിഞ്ഞിട്ടുണ്ട്. റയലിൻ്റെ തൻ്റെ ടീമിൻ്റെ ഈ നാശത്തിന് കാരണം കിലിയൻ എംബാപ്പയുടെ വരവാണ് എന്നുള്ള ചർച്ചകൾ സജീവമാണ്. ഇതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ എംബാപ്പെ കളം നിറഞ്ഞ് കളിച്ചതും അദ്ദേഹം ഗോളടിച്ചതുമൊക്കെ. ഈ ഒരു മത്സരം കാണുമ്പോൾ അദ്ദേഹം തിരിച്ചെത്തിയ പഴയ റേഞ്ചിലേക്ക് എന്നൊക്കെ തോന്നിപ്പോകും. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് 2025 സ്റ്റാറ്റസാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് തന്നെ സൈൻ ചെയ്തത്, റയൽ മാഡ്രിഡിൽ തന്നെ സൈൻ ചെയ്തത് കൊണ്ടാരും ഖേദിക്കേണ്ടി വരില്ല, 2025 കിരീടങ്ങൾ നേടണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഗം പറയുന്നത്. 14 ഗോളുകളും 4 അസിസ്റ്റുകളും 2 കിരീടങ്ങളുമൊക്കെ ഓൾറെഡി അദ്ദേഹം റയലിലെത്തിയ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ നേടിക്കഴിഞ്ഞു. പക്ഷേ എങ്കിലും കിലിയൻ എംബാപ്പയുടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു മത്സര ശൈലി, അദ്ദേഹത്തിൻ്റെ ഒരു ഫുട്ബോൾ അത് നമുക്ക് റയലിലെത്തിയിട്ട് നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ ഇതൊന്നല്ല പ്രതീക്ഷിക്കുന്നത് എന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മത്സര ശൈലികളൊന്നും ഇപ്പോഴത്തെ ഈ ഒരു ഫോമൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ ഫോമിലേക്ക് അദ്ദേഹം റയലിൽ എത്തിയിട്ടില്ല എന്നുള്ളത്. ഏതായാലും അദ്ദേഹം റയൽ മാഡ്രിഡിൽ കിരീടങ്ങൾ ചൂടും അന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. 2025 കിരീടങ്ങൾ ചൂടും എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞേക്കാണ്.